കോഴിക്കോട് വടകരയിൽ നിന്ന് കാണാതായി 7 ദിവസത്തിന് ശേഷം ഇന്ന് കണ്ടെത്തിയ വിഷ്ണു വായ്പയെടുത്തത് എം പോക്കറ്റ് എന്ന ഓൺലൈൻ ആപ്പിൽ നിന്ന് പോലീസ്. ഉത്തരേന്ത്യൻ സംഘത്തിൽ നിന്ന് ലോൺ എടുത്തത് 10,000 രൂപയാണ്. എന്നാൽ തിരിച്ചടച്ചത് 22,000 രൂപയും. കൂടുതൽ പണം ആവശ്യപ്പെട്ട് പിന്നീടും ഭീഷണി തുടർന്നെന്നും പോലീസ് പറയുന്നു. ഈ മാസം 13-ന് കാണാതായ വിഷ്ണുവിനെ ഇന്ന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കണ്ടെത്തിയത്. വർഷ ഗിരീഷ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വർഷ, നേരത്തെ ഈ വിഷ്ണുവിനെ പോലീസ് മൊഴിയെടുക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഈ സംഭവത്തിനെ കുറിച്ച് വിഷ്ണു പറയുന്നത്? ഏതൊക്കെ ആപ്പുകളാണ് ഇയാളെ ഭീഷണിപ്പെടുത്തിയെന്ന് വ്യക്തമാകുന്നത്? സുഹേൽ, അമൃത, എം പോക്കറ്റ് എന്ന ഓൺലൈൻ ആപ്പിൽ നിന്നാണ് വിഷ്ണു പണം ലോൺ എടുത്തത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതായത് 8 മാസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. 10,000 രൂപയായിരുന്നു വിഷ്ണു ഈ വായ്പ എടുത്തത്. അതിൽ 12,000 രൂപ വിഷ്ണു തിരിച്ചടക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും ഇവർ ഭീഷണി തുടർന്നുവെന്നും തുടർന്ന് 22,000 രൂപ കൂടെ വിഷ്ണു നൽകിയെന്നുമാണ് വിഷ്ണു പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. എന്നിട്ടും ഭീഷണി തുടർന്നതോടെയാണ് പണം നൽകാനില്ലാത്തതിനെ തുടർന്ന് വിഷ്ണു നാട് വിട്ടത്. എന്തായാലും ഈ ആപ്പിനെതിരെ പോലീസ് അന്വേഷണം ശക്തമാക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് ഉത്തരേന്ത്യൻ സംഘമാണ് ഈ ആപ്പിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പക്ഷേ ഈ ഒരു ആപ്പിലേക്ക് എത്താനുള്ള യാതൊരു വിവരവും നിലവിൽ പോലീസിന്റെ കയ്യിലില്ല. കാരണം ഉടുപ്പിയിൽ എത്തിയ സമയത്ത് തന്റെ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് വിഷ്ണു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇനി ആപ്പിലേക്ക് എത്തണമെങ്കിൽ ആകെ പോലീസിന്റെ കൈവശമുള്ളത് ഈ ആപ്പിൽ നിന്നും വിഷ്ണുവിന് അയച്ച മോർഫ് ചെയ്ത ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് പോലീസ് നമുക്ക് നൽകിയ വിവരം. അതേസമയം തന്നെ ബ്ലേഡ് മാഫിയയുടെ ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരം കൂടെ പുറത്തു വരുന്നുണ്ട്. അതിലും അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കുടുംബത്തിനെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് പയ്യന്നൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ വിഷ്ണുവിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ 13-ാം തീയതി വീട്ടിൽ നിന്നും ബാങ്കിലേക്ക് എന്ന് പറഞ്ഞിറങ്ങിയ വിഷ്ണുവാണ് തുടർന്ന് നാട് വിട്ടത്. എന്തായാലും ഉടുപ്പി പോലുള്ള സ്ഥലങ്ങളിലായിരുന്നു താനെന്നാണ് വിഷ്ണു നൽകുന്ന മൊഴി. എന്തായാലും ഭീഷണിയെ തുടർന്നാണ് നാട് വിട്ടത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലോൺ ആപ്പുകാരെ പൊക്കിയതല്ലാതെ മറ്റിത്തരത്തിൽ ലോൺ ആപ്പുകാരെ പിടിച്ചതായുള്ള വാർത്തകൾ നമ്മൾ അധികം കേട്ടിട്ടില്ല. എന്തായാലും ഇവിടെ ആ ആപ്പിന്റെ പേരറിയാം, ആപ്പ് ആരാണ് നിയന്ത്രിക്കുന്ന കാര്യം അവ്യക്തമായി തുടരുകയാണ്. എന്തായാലും ആപ്പിൽ കുരുങ്ങുകയാണ് നമ്മുടെ പല യുവാക്കളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.